LP-UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് സൈക്കോളജിയുടെ ഭാഗം. 20 മാർക്കാണ് നമുക്ക് സിലബസ് അനുസരിച്ച് LP-UPയുടെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് 20 മാർക്കാണ്. അപ്പോൾ ഈ സൈക്കോളജിയുടെ ഭാഗത്ത് കുറേ തിയറീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂഷൻ വേണ്ടാത്ത കുറച്ച് ടോപ്പിക്സ്, അതായത് എന്താ പറയണ്ടേ, പഠന വൈകല്യം, പിന്നെന്താ നമ്മുടെ അഭിപ്രേരണ അല്ലെങ്കിൽ അഭിക്ഷമതാ പരീക്ഷ, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, അതായത് ഓരോ ടോപ്പിക്കായിട്ട് നമുക്കങ്ങ് തീർത്ത് പോകാൻ പറ്റുന്ന ഏരിയാസും ഉണ്ട്. എന്നാൽ കണ്ടിന്യൂഷൻ വേണ്ടുന്ന രീതിയിലുള്ള ടോപ്പിക്കുകളും ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ക്ലാസ് ഉള്ള രീതിയിൽ നമുക്ക് സൈക്കോളജി കൂടി ഇനി അങ്ങോട്ട് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. അപ്പോൾ ഇന്ന് നമ്മുടെ സൈക്കോളജിയുടെ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ സൈക്കോളജിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പോലെയാണ് ഇന്ന് ആദ്യത്തെ ക്ലാസ്. അപ്പോൾ എങ്ങനെയാണ് സൈക്കോളജി എന്ന ടേം വന്നത് എങ്ങനെയാണ്, പിന്നെ എങ്ങനെയൊക്കെയാണ് അതിൽ നിന്നുള്ള ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഏത് രീതിയിൽ അത് തുടങ്ങി ഇപ്പോൾ ഏത് രീതിയിൽ എത്തി നിൽക്കുന്നു എന്ന ആ ഒരു രീതിയിൽ നമുക്ക് സൈക്കോളജി എന്താണ് എന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ സൈക്കോളജി എന്ന് പറയുമ്പോൾ ആ ഒരു സൈക്കോളജി എന്ന ടേം, മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജി എന്ന ടേം വന്നത് എങ്ങനെ, നമുക്ക് ബ്ലാക്ക് ആക്കാം അല്ലേ. അപ്പോൾ അതാണല്ലോ നമുക്ക് കണ്ടിന്യൂസ് കൂട്ടാം. ഓക്കെ, അപ്പോൾ സൈക്കോളജി എന്ന ടേം വന്നത് എങ്ങനെയാണ്? രണ്ട് ടേമിൻ്റെ, നമ്മൾ BEd ആണെങ്കിലും DLEd ആണെങ്കിലും ഏറ്റവും ആദ്യം സൈക്കോളജി ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സൈക്കോളജി ടീച്ചേഴ്സ് ആദ്യം പറഞ്ഞു തരുന്ന കാര്യമാണ് സൈക്കോളജി എന്ന ടേം എന്താണ്, രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന ഇംഗ്ലീഷ് ടേം ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ രണ്ട് ടേം? ഏതൊക്കെയാണ്? സൈക്കി എന്നും അതുപോലെ തന്നെ ലോഗോസ് എന്നും രണ്ട് ഗ്രീക്ക് ടേംസ്. ഈ രണ്ട് ഗ്രീക്ക് ടേംസിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? സൈക്കോളജി എന്ന ഇംഗ്ലീഷ് പദം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സൈക്കി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവ് എന്നാണ്. ആത്മാവ്. ലോഗോസ് എന്നാണെങ്കിൽ ശാസ്ത്രം എന്നാണ് അർത്ഥം, ശാസ്ത്രം. അപ്പോൾ എന്താണ്? ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന അർത്ഥത്തിലാണ് സൈക്കോളജി, അല്ലേ? ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന അർത്ഥത്തിലാണ്, അല്ലെ, ആത്മാവിനെക്കുറിച്ചുള്ള പഠനം എന്ന അർത്ഥത്തിലാണ് സൈക്കോളജി എന്ന പദം ഉപയോഗിച്ചിരുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഇനി അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലാറ്റോയുടെയും കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ എന്നിവർ വിശ്വസിച്ചിരുന്നത്. അതായത് മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രം, മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന നിലയിലുള്ള സങ്കല്പമായിരുന്നു അരിസ്റ്റോട്ടലിനും പ്ലാറ്റോയ്ക്കും ഉണ്ടായിരുന്നത്, ആത്മാവിൻ്റെ ശാസ്ത്രം. അപ്പോൾ എന്താണ് മനഃശാസ്ത്രം എന്നാൽ അരിസ്റ്റോട്ടലും പ്ലാറ്റോയും നിർവഹിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഗ്രീക്ക് ദാർശനികരായിരുന്നു ഇവർ മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രമായിട്ടാണ് വ്യാഖ്യാനിച്ചിരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മനഃശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രം എന്ന നിലയിൽ വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട്. അത് ജർമ്മൻ ദാർശനികനായിട്ടുള്ള ഇമ്മാനുവൽ കാണ്ടാണ്. ജർമ്മൻ ദാർശനികനായ ഇമ്മാനുവൽ കാണ്ട്. അപ്പോൾ ഇമ്മാനുവൽ കാണ്ട് ഡിഫൈൻ ചെയ്തിരുന്നത് ഈ രീതിയിലാണ്. എന്താണ്? ഇമ്മാനുവൽ കാന്റ് എന്താണ്? മനഃശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രമാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിൻ്റെ ശാസ്ത്രം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ആത്മാവിൻ്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് ഡിഫൈൻ ചെയ്തിരുന്നത് അരിസ്റ്റോട്ടിലും പ്ലാറ്റോയുമായിരുന്നു. അവർ ഗ്രീക്ക് ദാർശനികനായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ പറഞ്ഞു സൈക്കോളജി എന്നത് ടേം സൈക്കി എന്നും ലോഗോ എന്നും രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് എന്ത് വന്നത്? ഈ സൈക്കോളജി എന്ന പദം വന്നത്. അപ്പോൾ ആ ഒരു അർത്ഥം വെച്ചിട്ട് തന്നെയാണ് അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തത്, ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന രീതിയിൽ. ഇനി കാണ്ട് പറഞ്ഞത് എന്താണ്? അത് മനസ്സിൻ്റെ ശാസ്ത്രമാണ്. ഓക്കെ, മനസ്സിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് വ്യാഖ്യാനിച്ച ജർമ്മൻ ദാർശനികനാണ് ഇമ്മാനുവൽ കാന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇമ്മാനുവൽ കാണ്ടാണ് മനഃശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രം എന്ന നിലയിലുള്ള ആ ഒരു വ്യാഖ്യാനത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മനഃശാസ്ത്രം ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലുള്ള വ്യാഖ്യാനം കൊണ്ടുവന്നത് 19th സെഞ്ച്വറിയിലായിരുന്നു. അത് വില്യം വൂണ്ടും അതുപോലെ തന്നെ വില്യം ജെയിംസ് എന്നിവർ ചേർന്നിട്ട് മനഃശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്തത് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്നുള്ളതാണ്. ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം. ഓക്കെ,
അപ്പോൾ വില്യം വുണ്ട്, വില്യം ജെയിംസ് എന്നിവർ 19th സെഞ്ച്വറിയിലാണ് ഈ രീതിയിലൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ഓക്കെ, 19th സെഞ്ച്വറി വില്യം വുണ്ടും വില്യം ജെയിംസും ചേർന്ന് സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തത് ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം, മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമായി പരിഗണിച്ചു തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിലാണ്. വില്യം വുണ്ടും വില്യം ജെയിംസ് തുടങ്ങിയ മനഃശാസ്ത്രജ്ഞരായിരുന്നു ഈ രീതിയിലുള്ള പരിഗണന മനഃശാസ്ത്രത്തിന് കൊടുത്തത്. ഇനി അടുത്തത് വ്യവഹാരവാദത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന JB വാട്സൺ ആണ് മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന രീതിയിലുള്ള ആ ഒരു കൺസെപ്റ്റിന് കൂടുതൽ പ്രചാരം നൽകിയത്. എന്നാൽ ഇങ്ങനൊരു നിർവചനം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള വില്യം മക്ഡൂഗലാണ് വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന് മനഃശാസ്ത്രത്തെ ഡിഫൈൻ ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു പേര് കൂടി നമ്മൾ ഓർത്ത് വെച്ചേക്കണം, വില്യം മക്ഡൂഗൽ. ഓക്കെ, വില്യം മക്ഡൂഗലാണ് എന്ത് ചെയ്തത്? വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്ന രീതിയിൽ മനഃശാസ്ത്രത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തത്. ഓക്കെ, ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? വില്യം മക്ഡൂഗലാണ് ഡെഫിനിഷൻ കൊടുത്തത്. എന്നാൽ ഈ ഒരു ഡെഫിനിഷന് കൂടുതൽ പ്രചാരം നൽകിയതാണ് ആര്? JB വാട്സൺ. വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന ഡെഫിനിഷന് കൂടുതൽ പ്രചാരം നൽകിയത് JB വാട്സൺ ആണ്. ഓക്കെ, വ്യവഹാരവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JB വാട്സൺ ആണ്. അറിയാലോ നിങ്ങൾക്ക്, ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണമൊക്കെ നടത്തിയ JB വാട്സൺ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും ഡെഫിനിഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് RS വുഡ്വർത്ത് മറ്റൊരു ഡെഫിനിഷൻ പറയുകയുണ്ടായി. RS വുഡ്വർത്തിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്താണ്? ആദ്യം സൈക്കോളജിക്ക് നോക്കി, ഈ ഇത്രയും പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് കേട്ടോ, ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അരിസ്റ്റോട്ടിൽ മുതൽ നമ്മുടെ JB വാട്സൻ്റെ ഡെഫിനിഷൻ വരെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് RS വുഡ്വർത്തിൻ്റെ ഒരു കോട്ടാണ്. എന്താണ്? ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി. എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടോ, ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിൻ്റെ മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്ന് പറഞ്ഞത് RS വുഡ്വർത്ത് ആണ്. ആദ്യം സൈക്കോളജിക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നീട് അതിന് ബോധം നഷ്ടമായി, ഇപ്പോൾ അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്ന് പറഞ്ഞ കോട്ട് ആരുടേതാണ്? RS വുഡ്വർത്തിൻ്റെ കോട്ടാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? അരിസ്റ്റോട്ടിൽ മുതൽ നമ്മുടെ JB വാട്സൺ വരെയുള്ളവർ മനഃശാസ്ത്രത്തിന് ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ആണ് കൊണ്ടുവന്നത്. ആ ഡെഫിനിഷൻസിനെ അല്ലെ ആ ഒരു കൺസെപ്റ്റിനെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് RS വുഡ്വർത്തിൻ്റെ കോട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആദ്യം ആത്മാവ് നഷ്ടമായി, പിന്നീട് മനസ്സ് നഷ്ടമായി, പിന്നെ ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോൾ അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് RS വുഡ്വർത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് മനഃശാസ്ത്ര ശാഖകളാണ്, ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. ഇപ്പോൾ സൈക്കോളജിയെ പ്രധാനമായിട്ടും നമുക്ക് 2 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സൈക്കോളജിക്കൽ ബ്രാഞ്ചസ് അല്ലെ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നും. പ്യുവർ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി എന്ന് നമുക്ക് സൈക്കോളജിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനഃശാസ്ത്രത്തെ പ്രധാനമായിട്ടും കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജി അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രം എന്നും, അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം എന്നും ഡിവൈഡ് ചെയ്യാം. പ്രയുക്ത മനഃശാസ്ത്രം. ഇനി പ്യുവർ സൈക്കോളജി ആണെങ്കിൽ കേവല മനഃശാസ്ത്രം. അപ്പോൾ മലയാളം ടേമും ഇംഗ്ലീഷ് ടേമും നമുക്ക് പഠിച്ചു വെക്കണം കേട്ടോ സൈക്കോളജി പഠിക്കുമ്പോൾ. അപ്പോൾ പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നും നമുക്ക് സൈക്കോളജിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ കേവല മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ഒക്കെയാണ് പ്രാധാന്യം നൽകുന്നത്. പ്രയുക്ത സൈക്കോളജി അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള പ്രായോഗിക തലത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? തത്വങ്ങൾക്ക് അല്ലെ സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ് എന്ന് ചോദിച്ചാൽ പ്യുവർ സൈക്കോളജിയാണ്. അതേസമയം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായി പ്രായോഗിക തലത്തിന് പ്രാധാന്യം നൽകുന്ന ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഏതാണ്? അപ്ലൈഡ് സൈക്കോളജിയാണ്. ഇനി ഈ കേവല സൈക്കോളജി അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ ഒന്ന് കേട്ടിരുന്നാൽ മതി, ഞാൻ പറയാം. സാമാന്യ മനഃശാസ്ത്രം,
സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം. ശിശു മനഃശാസ്ത്രം വരുന്നത് കേവല മനഃശാസ്ത്രത്തിലാണ്. താരതമ്യ മനഃശാസ്ത്രം, അതുപോലെ വ്യക്തിത്വ മനഃശാസ്ത്രം, പാരാ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് കേവല മനഃശാസ്ത്രത്തിന് ഉണ്ട്. പ്യുവർ സൈക്കോളജിക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്തത് പ്രയുക്ത മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ നമുക്ക് നോക്കാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതിൽ അതിൽ ആപ്ലിക്കേഷൻസ് ആണല്ലോ വരുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ്. അപ്പോൾ പ്യുവർ സൈക്കോളജിയെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? പ്രയുക്ത മനഃശാസ്ത്രമാണ്. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം. 2 നൈദാനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി കേട്ടോ. ക്ലിനിക്കൽ സൈക്കോളജിയാണ് നൈദാനികം എന്ന് പറയുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി. ഇനി അടുത്തത് ക്രിമിനൽ സൈക്കോളജി. ക്രിമിനൽ സൈക്കോളജി. പിന്നെ വരുന്നത് സൈനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ മിലിറ്ററി സൈക്കോളജി. ഓക്കെ, മിലിറ്ററി സൈക്കോളജി വരുന്നുണ്ട്. മിലിറ്ററി സൈക്കോളജി. പിന്നെ വരുന്നത് ബിസിനസ് സൈക്കോളജി അല്ലെങ്കിൽ വ്യവസായ മനഃശാസ്ത്രം. ഓക്കെ, വ്യവസായ മനഃശാസ്ത്രം. അതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ, വ്യവസായ മനഃശാസ്ത്രം. അപ്പോൾ നോക്കാം, നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് വരാം. പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ ബ്രാഞ്ചസ് ആണ് നമ്മൾ പറഞ്ഞത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അതുപോലെ നൈദാനികം അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, മിലിറ്ററി സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, വ്യവസായ മനഃശാസ്ത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി നമുക്ക് പ്രധാനമായിട്ടും മനഃശാസ്ത്രത്തെ 2 ശാഖകളായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും. പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ഒക്കെ പ്രാധാന്യം നൽകുന്നതാണ് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി. അതേസമയം പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള പ്രായോഗിക തലത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്ലൈഡ് സൈക്കോളജിയുടെ സബ് ഡിവിഷൻസ് ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, നൈദാനിക മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം, മിലിറ്ററി മനഃശാസ്ത്രം, വ്യവസായ മനഃശാസ്ത്രം എന്നിങ്ങനെ. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഇനി നമുക്ക് അപ്ലൈഡ് സൈക്കോളജിയുടെ ബ്രാഞ്ചസിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. പിന്നെ സൈക്കോളജി എന്ന് പറയുമ്പോൾ DLED B.Ed കംപ്ലീറ്റ് ചെയ്തവരാണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അത് ഒന്ന് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും പാസ് ഔട്ട് ആയിട്ട്. അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവർ ടച്ച് വിടാതെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോരുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അതൊന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈക്കോളജിയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അധ്യാപനം, പഠനം, പഠിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് ആണല്ലോ. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള ഓരോ കാഴ്ചപ്പാടുകൾ. അപ്പോൾ എന്താണ് പഠിതാവ്, ലേണർ എന്താണ്, ലേണിംഗ് പ്രോസസ്സ് എന്താണ്, ലേണിംഗ് സബ്ജക്റ്റ് മാറ്റർ എന്താണ്, അതുപോലെ ലേണിംഗ് സിറ്റുവേഷൻ എന്താണ്, ടീച്ചിങ് മെത്തേഡ് എന്താണ്, ഇവാലുവേഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഓരോരോ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ഡേവിഡ് ഓസുബൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡേവിഡ് ഓസുബൽ എന്താ വിശ്വസിച്ചിരുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് വ്യത്യസ്ത മനഃശാസ്ത്രങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്, സങ്കലനമാണ് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ഡേവിഡ് ഓസുബൽ. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് ഇത് കൂടാതെ തന്നെ പിന്നെയും നിർവചനങ്ങൾ കൊടുത്ത വ്യക്തികളുണ്ട്. ആദ്യം നമുക്ക് സ്കിന്നറിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. സ്കിന്നർ എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്നാണ് ആര് പറഞ്ഞത്? സ്കിന്നർ പറഞ്ഞത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്ന് സ്കിന്നർ പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിന്റെ
വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് എന്നാണ് പീൽ അഭിപ്രായപ്പെട്ടത്. പീൽ. ഓക്കെ, ഇതെല്ലാം ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി, കേട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണെന്ന് സ്കിന്നർ അഭിപ്രായപ്പെട്ടപ്പോൾ പീൽ പറഞ്ഞത് ഇതാണ്. EA പീലാണ് കേട്ടോ. EA പീൽ പറഞ്ഞത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് EA പീലാണ്. ഓസ്വെൽ പറഞ്ഞത് എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളുടെ സങ്കലനമാണ്, കൂടിച്ചേരലാണ് എന്നാണ് ഓസ്വെൽ പറഞ്ഞത്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഇനി ക്രോ ആൻഡ് ക്രോയുടെ ഒരു ഡെഫിനേഷൻ കൂടിയുണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നാണ് ക്രോ ആൻഡ് ക്രോ പറഞ്ഞത്. ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ കൂടി നിങ്ങളൊന്ന് ഓർത്തിരിച്ചേക്കണം. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ക്രോ ആൻഡ് ക്രോയുടെ കേട്ടറ്റിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടങ്ങളിലെ പഠന അനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ക്രോ ആൻഡ് ക്രോ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇപ്പം 4 ശാസ്ത്രജ്ഞരുടെ കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒസുബൽ, സ്കിന്നർ, EA പീൽ, ക്രോ ആൻഡ് ക്രോ എന്നിവരുടെ നിർവചനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി എന്താണെന്ന് നോക്കാം. ക്ലിനിക്കൽ സൈക്കോളജിയെ മലയാളത്തിൽ നൈദാനിക മനഃശാസ്ത്രം എന്നാണ് പറയുന്നത്. നൈദാനിക മനഃശാസ്ത്രം. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു രോഗിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഒരു രോഗിയുടെ പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്, ക്ലിനിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മനഃശാസ്ത്ര ശാഖയാണ് നൈദാനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സൂക്ഷ്മമായി പഠിക്കുക, അതിനൊരു പരിഹാരത്തിലേക്ക് എത്തുക. അപ്പോൾ അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കും ഇത് ചെയ്യുക. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു രോഗിയുടെ പ്രത്യേകമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പഠിക്കുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നൈദാനിക മനഃശാസ്ത്രം. അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകൾ അല്ലേ, ഇന്നത്തെ ഈ ഒരു സെഞ്ചുറിയിൽ ഒരുപാട് ജോലി സാധ്യതകളൊക്കെയുള്ള ഒരു സൈക്കോളജിക്കൽ ഫീൽഡാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്രിമിനൽ മനഃശാസ്ത്രം അല്ലെങ്കിൽ ക്രിമിനൽ സൈക്കോളജിയാണ്. ക്രിമിനൽ സൈക്കോളജി എന്താണ്? ക്രിമിനൽ സൈക്കോളജി, ക്രിമിനൽ എന്ന് പറയുമ്പോൾ കുറ്റവാളികളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. കുറ്റവാളികളുടെ പെരുമാറ്റങ്ങളൊക്കെ നിരീക്ഷണം ചെയ്തിട്ട് അവരുടെ മാനസിക അവസ്ഥകളൊക്കെ അനാലിസ് ചെയ്തിട്ട് കുറ്റം ചെയ്യാൻ അവർക്ക് പ്രേരണ നൽകിയ കാരണങ്ങൾ എന്താണ്, സാഹചര്യങ്ങൾ എന്താണ്, അതൊക്കെ മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രിമിനൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. മനഃശാസ്ത്ര ശാഖയാണ്. കുറ്റവാളികളുടെ പെരുമാറ്റങ്ങളൊക്കെ നിരീക്ഷണം ചെയ്യുക, അവരുടെ മാനസിക അവസ്ഥകളെക്കുറിച്ചുള്ള അപഗ്രഥനം നടത്തുക, കുറ്റം ചെയ്യാൻ അവർക്ക് പ്രേരണ നൽകിയ സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവർ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുക എന്നുള്ളതാണ് ക്രിമിനൽ മനഃശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വ്യവസായ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും വ്യവസായ പുരോഗതിക്കും വ്യാപാര പുരോഗതിക്കും ഒക്കെ വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് വ്യവസായ മനഃശാസ്ത്രം. തൊഴിലാളികൾ കാര്യക്ഷമമായി പ്രവർത്തനം നടത്തി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുക, അതൊക്കെയാണ് ഈ ഒരു വ്യവസായ മനഃശാസ്ത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സൈനിക മനഃശാസ്ത്രമാണ് എന്ന് പറയുമ്പോൾ മിലിറ്ററി സൈക്കോളജി. അതിനൊന്നും ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ മിലിറ്ററി സൈക്കോളജി എന്ന് പറയുമ്പോൾ മിലിറ്ററിയിലോട്ട് ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുമല്ലോ. അതുകൂടാതെ തന്നെ അവരുടെ മനോവീര്യം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന രീതികൾ, പിന്നെ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മനഃശാസ്ത്ര മാർഗങ്ങളൊക്കെ അവരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മനഃശാസ്ത്ര ഫീൽഡിൽ അല്ലെങ്കിൽ സൈനിക മനഃശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ. ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് ചോദിക്കാം പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജി, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ വരുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ നൈദാനിക മനഃശാസ്ത്രം, ക്രിമിനൽ മനഃശാസ്ത്രം, വ്യവസായ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം എന്നിവയാണെന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വന്നാൽ നമുക്കറിയണം, അതിനു വേണ്ടി മാത്രം.
ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജി. പ്യുവർ സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് വരുന്നത് സാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തത്വങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സൈക്കോളജിക്കൽ ഫീൽഡാണ് ഇത് കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട്, സൈക്കോളജിയുടെ ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ പഠിച്ചത്. 2 ബ്രാഞ്ചസ് ഉണ്ട്, പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും. അതിൻ്റെ സബ് ഡിവിഷൻസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതായത് സൈക്കോളജി സിലബസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ടോപ്പിക് വൈസ് ആയിട്ട് അവിടെ കാണില്ല. ഇത് ജസ്റ്റ് സൈക്കോളജിക്ക് ഒരു ഇൻട്രോ എന്ന രീതിയിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് സിലബസിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 25ഓളം ടോപ്പിക്കുകളാണ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയായി ബന്ധപ്പെട്ട് LP-UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. സൈക്കോളജിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ് മുതലാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിലേക്ക് ഇറങ്ങി സൈക്കോളജി പഠിക്കാനായിട്ട് പോകുന്നത്. ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ഭാഗമല്ല നമുക്ക് സൈക്കോളജി. 20 മാർക്കാണ് LP-UP സിലബസിൽ നമുക്ക് സൈക്കോളജിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സിലബസിൽ നമുക്ക് പഠിച്ചാൽ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് സൈക്കോളജി. ആസ്വദിച്ച് തന്നെ നമ്മൾ സൈക്കോളജി പഠിക്കണം. ഓക്കെ, കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും, കുറേ വേർഡ്സ് ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ഒരു നമുക്ക് വേണമെന്നൊരു തോന്നലോട് കൂടി പഠിച്ചാൽ അതാണ് അതിൻ്റെ സൈക്കോളജി. ഓക്കെ, ആ രീതിയിൽ നമ്മൾ പഠിച്ചാൽ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ആവർത്തിച്ച് നമ്മൾ റിവിഷനൊക്കെ ചെയ്യുമ്പോൾ അതങ്ങ് സെറ്റാവും കേട്ടോ. അപ്പോൾ കുറേ നാളായി സൈക്കോളജി ടച്ച് വിട്ടിട്ട് എന്നുള്ളവരൊന്നും ടെൻഷൻ ആവേണ്ട, നമുക്കൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക, എന്നാലാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിട്ട് പോവുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റഡി പ്ലാനുകളൊക്കെ വീക്കിലി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. താങ്ക് യു ഓൾ.